നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണണം കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂച്ചെടികളുടെ വിത്തുകൾ നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പൂച്ചെടിയുടെ വിത്തുകൾ വാങ്ങി നടാനൊക്കെ ആയിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അതെങ്ങനെയാണ് നമ്മൾ പേക്ക് ചെയ്ത് നമ്മൾ അയക്കാൻ എടുക്കുന്നത്, അപ്പം ഏത് തരത്തിലുള്ള പൂച്ചെടികളുടെ വിത്തുകളാണ് ഓരോരുത്തർക്കും നമ്മൾ തരാൻ പോകുന്നത് എന്നൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് ഈ പൂച്ചെടികളുടെ വിത്തുകളൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മളോട് പൂച്ചെടിയുടെ വിത്തുകൾ വാങ്ങുന്നവർക്ക് അതെങ്ങനെ പാകി മുളപ്പിക്കണം എന്നറിയില്ലാത്ത ഒത്തിരി കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു നല്ല വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടാൽ മതിയേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അതായത് നമ്മളോട് കുറേ പേര് പൂച്ചെടിയുടെ വിത്തുകളൊക്കെ നമ്മളോട് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളിന്നൊരു പാക്ക് ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടല്ലോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കുവാണെങ്കിൽ നമ്മുടെ ആദ്യമായിട്ട് വരുന്ന ഫോളോവേഴ്സിനൊക്കെ മനസ്സിലാകും കേട്ടോ, എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ നമ്മളിങ്ങനെയുള്ള പൂച്ചെടിയുടെ വിത്തുകളൊക്കെ തരുന്നത്. എല്ലാം നമ്മൾ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് എടുത്തേക്കണ വിത്തുകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാടൻ സീനിയൻ്റെ വിത്താണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പൂ വിരിഞ്ഞ് മൂത്ത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മളെല്ലാം പറിച്ചെടുത്ത് വെക്കും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം മിക്സ്ഡ് കളറാണ്. അപ്പോൾ നമ്മളോട് വിത്തുകൾ വാങ്ങുന്നവർക്ക് ഇതിൽ നിന്ന് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ സീനിയൻ്റെ വിത്തൊക്കെ നമ്മൾ തരുന്നത്. ഇതുപോലെ ഒരു കവറിലിടും, കാണിച്ചു തരാം. ഇതുപോലെ ഒരു ചെറിയൊരു പാക്കറ്റിലാക്കിയിട്ടാട്ടോ നമ്മൾ വിത്ത് തരുള്ളൂ. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഞാൻ ഈ തരുന്ന വിത്തുകൾ നിങ്ങളുടെ കയ്യിലോട്ട് എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ ഒരു പോട്ടി മിക്സർ തയ്യാറാക്കിയിട്ട് പാകുക കേട്ടോ. നമ്മളോട് സീനിയൻ്റെ വിത്തുകൾ വാങ്ങുന്നവർക്ക് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. അതായത് നമ്മൾ അയച്ചു തരുന്ന വിത്തുകൾ പലരും പറയും ഇത് പതിരാന്ന് പറയും. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. നമ്മുടെ സീനിയൻ്റെ വിത്ത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. കുറേ നമുക്ക് കാണുമ്പോൾ കുറേ പതിര് പോലെയൊക്കെ തോന്നും, പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കുറേ വിത്തുകളുണ്ട്. അപ്പം ഞാൻ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ പാകി മുളപ്പിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്ര കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ സീനിയൻ്റെ വിത്ത് നമുക്ക് പാകി മുളച്ചേക്കണം ചെറിയൊരു വിഷലും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. കാശിത്തുമ്പേൻ്റെ മിക്സഡ് കളർ വിത്ത് ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇതുപോലെ പറിച്ച് ഉണക്കി ഒരു ബോട്ടിലിട്ട് വെച്ചേക്കണതാണ്. കൂടാതെ ഇതെന്താണെന്നറിയാമോ? ഇത് നമ്മുടെ ഡബിൾ പെറ്റൽസ് ശംഖുപുഷ്പയില്ല, നല്ല വയലറ്റ് കളറ്, അതാണ് കേട്ടോ. അതായത് പപ്പേൻ്റെയും മമ്മീൻ്റെയും അടുത്ത് പോയപ്പം അവിടെ നിന്നും പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഇത്രയും ഫ്രഷാണ്. ഇതിൻ്റെ പയറ് പോലെയുള്ള ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ വിത്തുള്ളത്. നമ്മൾ ഇതുപോലെ ഇങ്ങനെ വിത്തുകൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാർക്ക് ഓരോരുത്തർക്കും നമ്മളിങ്ങനെ അയച്ച് തരുന്നത്. അതുപോലെ എല്ലാ വിത്തുകളും കേട്ടോ നമ്മൾ ഇതുപോലെ നമ്മുടെ കൈവശമുള്ള പലതരം വിത്തുകളുണ്ട്. കോറിയോപ്സിൻ്റെ സീഡ്, അങ്ങനെ എല്ലാ തരം വിത്തുകളും ഉണ്ട്. നമ്മളിങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടാണ് അയച്ചു തരുന്നത്. അപ്പോൾ വിത്തുകളൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഓരോരുത്തർക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കണതാണ്. അപ്പോൾ ഇതുപോലെ കേട്ടോ നമ്മുടെ വിത്തുകളുടെയൊക്കെ ഒരു പാക്കിംഗ് വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ, അതായത് നല്ല പൂക്കളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഇതാണ് നമ്മുടെ ഡബിൾ പെറ്റൽ ശംഖുപുഷ്പത്തിൻ്റെ സീഡ്. ഇത് പപ്പേൻ്റെ അടുത്ത് നിന്ന് അവിടെ നിന്ന് എടുത്താണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കാക്കബന്തി എന്ന് പറഞ്ഞ ചെടിയിൽ ഞാൻ വിത്ത് കണ്ടോ ഇതുപോലെ നല്ലോണം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന വിത്താണ് കേട്ടോ നമ്മൾ പറിച്ചെടുക്കുന്നത്. ഇതാ കണ്ടോ, ചെടിയിൽ നിന്നും തന്നെ നമ്മൾ ലൈവായിട്ട് പറിച്ചെടുക്കുവാണ്. ഇതിങ്ങനെ മൂത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മുടെ കോസ്മോസിൻ്റെ സീഡ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമ്മുടെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ മിക്സ്ഡ് കളറായിട്ടാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഈ 3 കളറിലുള്ള വിത്തുകളാണ് ഉള്ളത്. ഇതും അതുപോലെ തന്നെ നമ്മുടെ വാടാമല്ലിൻ്റെ വൈറ്റ്, ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്, ഇതിങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് നട്ടതാണ്. അപ്പം ഇതും കണ്ടോ, ഇതിൻ്റെയൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും നമ്മൾ ഈ ഒരു വിത്തുകൾ ഇതുപോലെ നിൽക്കുന്ന ചെടിയിൽ നിന്നും നമ്മൾ പറിച്ചുണങ്ങിയിട്ടാണ് കേട്ടോ നമ്മളെല്ലാവർക്കും നമ്മുടെ വിത്തുകൾ തരുന്നത്. അപ്പം ആരും ഒരു കാരണവശാലും നമ്മുടെ വിത്ത് മുളയ്ക്കാതെ ഇരിക്കില്ല. എന്നുവെച്ചാൽ നമ്മളൊന്ന് നട്ട് കൊടുക്കും, അതായത് പാകി കൊടുക്കുമ്പം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പാകുക, നനവൊക്കെ കുറച്ച് പാകിയാൽ മതി കേട്ടോ. വിത്തുകൾ പെട്ടെന്ന് മുളച്ച് കിട്ടുന്നതായിരിക്കും. ഇതാണ് കേട്ടോ നമ്മൾ വിത്തുകൾ പറിച്ച് ഉണക്കി വെച്ചേക്കണത്. അപ്പം ഇതൊക്കെ സീനിയൻ്റെ വിത്തുകളാണ്. അപ്പോൾ അത്രയും ഫ്രഷ് വിത്താണ് കേട്ടോ. അപ്പം ഇത് ഞാനിങ്ങനെ പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ വിത്തുകൾ വാങ്ങുന്നവർ വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പാകുന്നതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ നനയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കണം. അപ്പം നമുക്ക് നല്ല ചെടിയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ സീനിയ പൂക്കളാണ്.
എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. ഇഷ്ടം പോലെ നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട്. നോക്കി, ഇതൊരു ഭയങ്കര ഒരു ഭംഗിയാണ് ഈ ഒരു സീനിയ പൂക്കൾ നമ്മുടെ പൂന്തോട്ടത്തിൽ ഉള്ളത്. അതായത് അതൊരു കുറച്ച് ഭാഗം തിരിച്ചിട്ട് നമ്മളങ്ങനെ നട്ടു കൊടുക്കണം. അപ്പം അങ്ങനെ നട്ടു കൊടുക്കുമ്പം നിറച്ചിങ്ങനെ പൂവായി നിൽക്കുന്നത് കാണാനായിട്ട് അത്രയ്ക്കും രസമാണ് കേട്ടോ. അതായത് പല കളറുകളിൽ. അതുമാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ എപ്പോഴും ഇങ്ങനെ തേനീച്ചകളും ഒക്കെ ഇങ്ങനെ പറന്ന് പൂമ്പാറ്റകളൊക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാവേ. നമ്മുടെ കയ്യിലുള്ള കാശിത്തുമ്പേൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ, അതാ ഇതുപോലെ നല്ല കട്ടയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന വലുപ്പമുള്ള പൂക്കളാണ്. ഇതിൻ്റെ ഒരു 2-3-4 കളറുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. ഇത് നമ്മുടെ സാധാ ഡബിൾ പെറ്റൽസ് ബോൾസത്തിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ, അതുപോലെയുള്ള ഫ്ലവറാണ്. കണ്ടോ എത്ര എതളുകളാന്ന് നോക്കിയേ. അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ വയലറ്റ് കേട്ടോ. ഈ കാണുന്നതൊക്കെ നമ്മുടെ സീനിയൻ്റെ വിത്തുണ്ടല്ലോ. നമ്മൾ ഈ വിത്തൊക്കെ ഇങ്ങനെ കുറേ എടുത്ത് കുറേ ചെടിയിൽ നിന്ന് നിലത്ത് വീണ് തന്നെ മുളച്ചേക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഇത്രയും നല്ലോണം മുളയ്ക്കുന്ന വിത്തുകളാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ തോന്നും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ, സ്വന്തമായിട്ട് തന്നെ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നതാണോ എന്നൊക്കെ ഒരു തോന്നൽ വരും അല്ലേ. പക്ഷേ എന്താണെന്നറിയാമോ, നമ്മുടെ ചാനലിലൊന്നും എല്ലാവരും, നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും കയറി നോക്കൂ കേട്ടോ. നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു പൂച്ചെടി ഉണ്ടല്ലോ, ഇത് ആസ്റ്റർ ആണ് കേട്ടോ. ആസ്റ്റർ നല്ല ജമന്തിപ്പൂവിനോട് സാമ്യമുള്ള ഒരു ചെടിയാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഇനിയും ഇതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനലൊക്കെ ഫോളോ ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.